എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അവസാനം നമ്മുടെ ആ സന്തോഷ വാർത്ത നമ്മളെ തേടിയെത്തി. അവൾ ബാംഗ്ലൂർക്ക് പോയി, അവൾ മംഗളൂർക്ക് പോയി, പിന്നെ അവൾ ദുബായി പോയി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ ദുബായിലൊന്നും പെട്ടെന്ന് വിസ ഇല്ലാത്തതുകൊണ്ട് പോക്കണമെന്നല്ലോ. ഇപ്പോൾ ഏതായാലും വടകരയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട് അവളെ. എന്ത് പറഞ്ഞാലും അതൊരു എന്താണെന്നറിയില്ല. ഈ അടുത്ത് കേട്ടത് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് എന്നെ സംബന്ധിച്ച്. അതൊന്ന് കേട്ടു നോക്ക്. ഉന്മേഷ്, വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന് പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. അതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക്. ശരിക്കും ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ദിലീപിന്റെ സിനിമയില്ലേ, ബബ്ബയ്ക്ക് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ, പ്രിൻസ് ആൻഡ് ഫാമിലി, അതിൻ്റെ അകത്ത് നായിക ഇതേപോലത്തെ ഒരു വ്ളോഗറായിരുന്നു. ഈ ഒരു കണ്ണിച്ചോരയില്ലാത്ത വ്ളോഗർ. അവർക്ക് ലൈക്ക് കിട്ടണം, ഷെയർ കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഒരു വിചാരം. ശരിക്കും ഡിറ്റോ ആ സിനിമ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. അവൾ ആ മഞ്ജുപിള്ള ആ കഥാപാത്രം ആ മഞ്ജുപിള്ള ഉണ്ടായ ഹോട്ടൽ നടത്തുന്നിടത്ത് പോയിട്ട് മഞ്ജുപിള്ളയ്ക്ക് ഒന്നും അറിയത്തില്ലാതെ പാവമായിട്ട് നിന്ന് ഈ ചോറും അതും ഇതൊക്കെ വിളമ്പുന്നു. അപ്പം ആ ഇലയിലാണോ എന്നൊക്കെ ചോദിച്ച് അവളിങ്ങനെ ആക്ട് ചെയ്യും. പക്ഷേ അവളത് വ്ളോഗായിട്ട് ഇട്ടത് ഇവർക്ക് വൃത്തിയില്ല, ഈ ഹോട്ടലിലാരും കയറി എന്നെല്ലാം പറഞ്ഞ് അവൾ ഇട്ടപ്പോൾ അത് കേട്ട് ജനം മുഴുവൻ വിശ്വസിച്ചിട്ട് ബസ്സിൽ പോകുമ്പോഴും അവിടെ ഇവിടെ എല്ലാം നിന്ന് സംസാരിച്ച് സൈബർ ബുള്ളിങ്ങും അവരെ അങ്ങ് നാറ്റിച്ച് അവർ നിവൃത്തിയില്ലാതെ ആ കഥാപാത്രം മഞ്ജുപിള്ളയുടെ ആ കഥാപാത്രം തൂങ്ങിച്ചാകുന്നതായിട്ടാണ്, ചത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, തൂങ്ങുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ശരിക്കും സൈബർ ബുള്ളിങ് നടത്തി ജീവിതം അങ്ങ് കളയുക ചെയ്ത്. ശരിക്കും ലൈക്കിനും ഷെയറിനും വേണ്ടി മറ്റൊരാളുടെ ജീവിതം എടുത്ത് അമ്മാനം ആടുന്നവർക്കുള്ള ഒരു ശരിക്കൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ ആ സിനിമ. എന്ത് പറയുന്നത്, സെയിം സംഭവമല്ലേ ഇപ്പം നടന്നേ. മഞ്ജുപിള്ളയ്ക്ക് ആ വീഡിയോ, ആ പെൺകുട്ടി ആ സിനിമയിൽ എന്തോ ഫുഡ് വിളമ്പിയിട്ട് എടുക്കുമ്പം മഞ്ജുപിള്ളയ്ക്ക് മനസ്സിലാവുന്നില്ല ഇതിങ്ങനത്തെ ചതിക്കാന്ന്. അവർ നിഷ്കളങ്കമായിട്ട് ഇടപെടുന്നു. അതുപോലെ തന്നെയാണ് ദീപക്ക് കയ്യിലിരിക്കുന്ന ബാഗ് എങ്ങാണ്ട് പൊക്കി കൊടുക്കരുത്. ഇവള് റീൽസൊക്കെ എടുത്ത് ചിരിച്ചു കളിച്ച് ഇവള് കാണിക്കുന്നതല്ല ആ മനുഷ്യൻ കണ്ടതാണ്. അയാളുടെ ഉള്ളിൽ കള്ളത്തരമില്ലാത്തതുകൊണ്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. ഇതെന്തോ അയാൾ ഭയങ്കര ടെൻഷൻ, ട്രാവലിലെ ക്ഷീണത്തിലും മാനസിക ടെൻഷനും ബിസിനസ് ടെൻഷനിലും ഒക്കെ ആയതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഏതോ വട്ട് വിളിച്ചവള് ഈ റീൽസ് എടുക്കുന്നത്. നമ്മൾ അങ്ങനെ പറയാറില്ലേ, വഴി നടക്കുന്ന മുഴുവൻ ഔചിത്യമില്ലാതെ മൊബൈലും പിടിച്ച് നടക്കുന്ന പെൺപിള്ളേരെ കാണാറില്ലേ, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതുപോലെ കരുതിപ്പോയതല്ലേ, സെയിം ആ സിനിമ പോലെ. ഏതായാലും പോലീസിന് 8 മിനിറ്റുള്ള വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവളുടെ കയ്യിൽ എഡിറ്റ് ചെയ്യാത്ത 8 മിനിറ്റുള്ള വീഡിയോ പോലീസിന് കണ്ടെത്താൻ പറ്റിയില്ല. ഇവളെ ഒളിച്ചു ഓടാൻ സഹായിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയ. ഇനിയിപ്പോൾ ഏതായാലും എന്താണേലും പിടിച്ചിട്ടുണ്ട് വടകരയെന്ന്. പക്ഷേ ഇത്രയും ദിവസം അങ്ങോട്ടൊരു ഉത്സാഹം കാണിച്ചില്ല. എല്ലാ മീഡിയക്കാരും ഒന്നും എടുത്തിട്ടില്ല. എന്തൊക്കെയോ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഏതായാലും 8 മിനിറ്റുള്ള എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ശരിക്കും ഒറിജിനലായിട്ട് അത് കണ്ടാൽ മനസ്സിലാകും ഇവള് ശരിക്കും കട്ട് ചെയ്ത് സ്ലോ മോഷനിലൊക്കെ ആക്കി ഇങ്ങനെ ഒരു വിഷയം ആക്കി തീർക്കുക ചെയ്തത്. ആ എഡിറ്റ് ചെയ്യാത്ത 8 മിനിറ്റുള്ള വീഡിയോ കോടതിയിലെത്തുമ്പോൾ ശരിക്കും സത്യം എന്താണെന്നുള്ള ലോകം അറിയാം. അതുപോലെ ഇപ്പം രാഹുൽ ഈശ്വർ കൊണ്ട് 3 ലക്ഷം രൂപ കൊടുത്തു, മലബാറിന്റെ ഓണർ കൊടുത്തു. അപ്പം ശരിക്കും ഇവളിൽ നിന്നല്ലേ വൻതുക നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം അവർക്ക് പ്രായമായ അച്ഛനും അമ്മയാണ്, അവർക്ക് പലവിധ അസുഖങ്ങൾ കാണും. ഈ ഒരൊറ്റ മകനാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഏക മകൻ. ഇനിയുള്ള കാലം അവർക്ക് ജീവിക്കാനുള്ള പൈസ മുഴുവൻ ഇവളുടെ കയ്യിൽ നിന്ന് എടുക്കണം. അല്ലാതെ ഇവളെ ജയിലിലൊന്നും വിട്ട് തീറ്റിപ്പോറ്റിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പൈസയാണ് എടുക്കേണ്ടത്. അപ്പൊ രാഹുൽ ഈശ്വർ കൊണ്ട് പൈസ കൊടുക്കുന്ന സീനൊന്ന് കാണാം. 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തെന്നാണ്. ഒന്നിനും പകരമാവില്ല. നമ്മളൊരു തുടർന്നുള്ള ജീവിതത്തിനൊരു കാണുന്നേ ഉള്ളൂ. ഇപ്പൊ മോഹൻ കോഴിന്റെ ഒരു ദുഃഖം അനുഭവിക്കുന്നു. അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇനി മലബാർ ഗോൾഡ് ഈ അടുത്ത് ആദില നൂറ കേസിലൊക്കെ പുള്ളി ഒന്ന് ഏറി പോയതാണ്. എന്നാൽ മലബാർ ഗോൾഡ് അവിടെ അവർക്ക് ആ ഗോവിന്ദപുരം ഗ്രാമമൊക്കെ ഇഷ്ടമാണെന്നും അവിടെ നല്ല ആൾക്കാരാണെന്നും സാമ്പത്തിക സഹായം ചെയ്യാന്നൊക്കെ പറയുന്ന ഒന്ന് കേൾക്കും.
സംഭവമാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് അതെന്താ വെച്ചാല് ഞങ്ങള് ഗോവിന്ദപുരം എന്ന സ്ഥലത്താണ് ദീപക് താമസിക്കുന്നത്. നമ്മളൊരു 10, 28, 30 വർഷം മുമ്പ് ഞാനും കുടുംബവും ഗോവിന്ദപുരത്താണ് താമസിച്ചത്. അപ്പൊ എന്റെ സിസ്റ്ററൊക്കെ അവിടെ താമസിച്ചു. ഗോവിന്ദപുരമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്, സ്നേഹബന്ധം. നല്ല ആൾക്കാരാണ് അവിടെ ഉള്ള ആൾക്കാര്. നമ്മളെ നൈബേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനത് വീഡിയോയില് കണ്ടു, എന്തോ പിന്നെ മാനസികമായിട്ട് പെട്ടെന്ന് എന്തോ വീഡിയോ വന്നിട്ട് എന്താന്ന് പറഞ്ഞാല് സൂയിസൈഡ് ചെയ്ത ഫാമിലി ആണല്ലേ. അതെ, 2 കാര്യങ്ങളാ. ഒന്ന്, പലപ്പോഴും ഇതുപോലത്തുള്ള ഇനിയൊരു ദീപക് ഉണ്ടാവരുത്. 2, നമുക്ക് ഈ മെൻസ് കമ്മീഷൻ ഇപ്പൊ രാജ്യസഭയിൽ അത് വന്നു, രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചു. നമ്മുടെ നിയമസഭയിൽ നടക്കുന്നതല്ല ശരിക്കും. ഇപ്പം പുരുഷന് നേരെയുള്ള പീഡനമാണ് നടക്കുന്നത്. ഇപ്പം പുരുഷ പീഡനമാണ്, സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ അത്യാവശ്യം ദീപകിന്റെ കാര്യം ജനങ്ങളെ ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. സുനീർ എന്ന് പറഞ്ഞ് ഇതേപോലെ തിരുവനന്തപുരത്ത് പയ്യനുണ്ട്. അവന്റെ വീട്ടിൽ ആരുമില്ല, ഉമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ. അവനെതിരെ ഇതേപോലെ വ്യാജ പരാതി കൊടുത്ത് അവൻ ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് DGPയെ പോയി കണ്ട അവസാനം പരാതി എടുപ്പിച്ചു. ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ശരിക്കും ഇനിയുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒറ്റയടിക്കൊന്നും ഇനി എന്താ പറയാ, ഇങ്ങനെ ശരിക്കും എന്താ പറയാ, വല്ലാത്തൊരു ഫീലിംഗ് ആയി മരണം. ഞാൻ അവരുടെ വീഡിയോ, കുടുംബത്തിനാണ് വലിയ നഷ്ടം. ഞാൻ അവരുടെ വീഡിയോ കരയുന്ന കണ്ടിട്ട് അടച്ചു വെച്ചു. എനിക്കത് കാണാൻ പറ്റുന്നില്ല. കാര്യം നമ്മുടെ എല്ലാം മക്കളും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടൊരു വിഷമമാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് റിക്വസ്റ്റ്, താങ്കളെ പോലുള്ളവരെ എന്തെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, മെൻസ് കമ്മീഷനെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും രീതി കോഴിക്കോട് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യാം രാഹുൽജി, നമുക്ക് ഞാനിവിടെ UAE നോക്കട്ടെ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന്. തൽക്കാലം ഞാനൊരു 1 ലക്ഷം റുപ്യ നിങ്ങൾ വിളിച്ച പറഞ്ഞ വകയിൽ 1 ലക്ഷം റുപ്യ ഞാൻ കൊടുക്കാം. ഞാൻ ഇവിടെ നമ്മളെ ഷെഫീഖ് ഉണ്ട്, ഷെഫീഖെ നമുക്ക് കുറച്ച് എന്തെങ്കിലും പിന്നെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് സഹായിക്കാം. ആയിക്കോട്ടെ, തൽക്കാലം 1 ലക്ഷം റുപ്യ ഞാനിപ്പോ അങ്ങയുടെ പെർമിഷനോടെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നിട്ടോട്ടെ, ഈ വീഡിയോ നിട്ടോട്ടെ വിത്ത് യുവർ പെർമിഷൻ. കാരണം ഇത് കണ്ടിട്ട് വേറെ ആരെയും ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ ഇവിടെ ബന്ധു വീട്ടിൽ നിന്ന് പിടിച്ചെന്നാ പറയുന്നത്. പിടിച്ചെന്നൊക്കെ പറഞ്ഞാലും അവളുടെ ഈ 3-4 ദിവസത്തെ ഒളിവിൽ പോയതിൽ നിന്ന് കേരള പോലീസ് നിരീക്ഷിച്ച അവളെ പിടിക്കാൻ പറ്റും. അപ്പൊ രാഷ്ട്രീയ സ്വാധീനം അതും ഇതൊക്കെ വെച്ച് അവൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനൊക്കെയുള്ള സംവിധാനത്തിലൊക്കെ ആയിട്ട് അയവ് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീയാന്നുള്ള പരിഗണന കൊടുത്തായിരിക്കും. ഏതായാലും ഇപ്പൊ അഞ്ജലിയും ശ്രീലക്ഷ്മി അറക്കലും ഒക്കെ വന്ന് ഇവളെ സൈബർ ബുള്ളിങ് ഇല്ല, അവൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല, കാരണം അവളൊരു രാക്ഷസിയാണ്. അങ്ങനത്തെ മൃദുല വികാരങ്ങളോ ഭയമോ പേടിയോ അല്ലെ മറ്റൊരാളുടെ വിഷമോ അങ്ങനത്തെ വികാരങ്ങളൊന്നും ഉള്ള ജീവിയല്ല. ഹസ്ബൻഡിന്റെ കൂടെ പോലും അവളെ നിൽക്കാതെ ഇറങ്ങി തിരിച്ച് കണ്ടന്റിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ ഫെയിം കിട്ടണമെന്നുള്ള ഒരു അത്യാർത്ഥിയുള്ളതാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലൊക്കെ വന്നത്. അപ്പൊ ക്രൂരമായ ഒരു മനസ്ഥിതിയുള്ള ഇവളെ എന്ത് സൈബർ ബുള്ളിങ് ചെയ്താലും അവൾ ഒന്നും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി ആ പാവ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കണം. മകന് പകരം ആവില്ല, പണമൊന്നും ആവില്ല. പക്ഷെ അവർക്ക് ആരോഗ്യമില്ലാത്ത അച്ഛനും അമ്മയാണ്. അവരിനി അങ്ങോട്ട് കഴിയണമെങ്കിൽ പ്രഷർ ഷുഗർ അതിനൊക്കെ ഇപ്പം നല്ല പൈസ ആയിട്ടുണ്ട്. ആ വക അസുഖങ്ങളുടെ മരുന്നിനൊക്കെ നല്ല പൈസ ആയിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ആര് വാങ്ങിക്കൊടുക്കും? അപ്പൊ ഇവളുടെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ അതിനെല്ലാം ഉള്ള കാശ് മേടിക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഈ വ്ളോഗ് ചെയ്യല്ലോ, വണ്ടിയിലും അവിടെ ഇവിടെ എല്ലാം കയറി വ്ളോഗ് ചെയ്ത്. ഇന്ന് ഞാനൊരു റീൽസ് കണ്ടു കേട്ടോ, ഒരുത്തി ഇങ്ങനെ അയ്യോ എൻ്റെ ശരീരത്തിൽ തൊട്ടെന്നാ തോന്നുന്നേ, എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് വീഡിയോ പിടിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. അടുത്ത് നിൽക്കുന്നവൻ നോക്കുമ്പോൾ അവളിങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. കാരണക്കുറ്റി തീറ്റ് പടയെന്ന് അടി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോ ഞാൻ കണ്ടേ, ആ ദീപക് ചേട്ടൻ ഇങ്ങനെ 2 എണ്ണം കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനും ഓർത്ത് കേട്ടോ. ഇവളീ കാണിക്കുന്ന കാണുമ്പോഴേ പിടിച്ചിറക്കിയിട്ട് എന്നാ അടി നീ ചെയ്യുന്നേ, ഇനി എവിടെ അടി തൊട്ടതെന്നും ചോദിച്ച് കൊടുക്കണം. പക്ഷെ അയാളൊരു സാധുവായ മനുഷ്യനായിപ്പോയി, എന്ത് പറയാനാ. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.